താമസിക്കാനും തൊഴിലെടുക്കാനും വിനോദസഞ്ചാരത്തിനുമായി ലോകമെങ്ങു നിന്നും ആളുകൾ എത്തുന്ന രാജ്യമാണ് UAE. പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ UAEയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? പ്രോപ്പർട്ടി മേഖലയിലെ പ്രമുഖരായ ELL പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. സായി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ് UAE എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു മുഖമുദ്ര. ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് ആ ഒരു പേരിലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിനെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ, ഇപ്പോൾ ഫെബ്രുവരി 27-28 ദിവസങ്ങളിലൊക്കെ ഈ മിസൈൽ വരുന്നു അല്ലെങ്കിൽ ഇത് ആകാശത്തോടെ പോകുമ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു, എന്താവും എന്നുള്ളത്. പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമുക്കൊരു ശീലമായി. കണ്ട് അലേർട്ട് വരുന്നു, വീട്ടിലിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതല്ലാതെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു ജീവനോ സ്വത്തിനോ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിലില്ല. നമ്മളിപ്പോൾ ഓഫീസ് ഷേക്ക് സാറിലുള്ളതാണ്, വീടും ഷേക്ക് സാറിലുള്ളതാണ്. ഇവിടെ രണ്ടും നമുക്ക് വീട്ടിൽ നിന്ന് കാണാം, മിസൈൽ വരുന്ന പോകുന്നത് കാണാം. പക്ഷേ അതേ സമയത്ത് മിസൈൽ പോയി കഴിയുമ്പോൾ അതേ സമയത്ത് ഇവിടെ ഫ്ലൈറ്റും പോകുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നോർമലായി ഇവിടെ. ഇപ്പം ആ ഒരു പ്രോബ്ലം നമുക്ക് തുടങ്ങിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പിന്നെ ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ചോദ്യം ഇവിടെ ഇപ്പം എത്ര പേര് മരിച്ചു എന്നുള്ളതാണ്. 2000 മിസൈൽ വന്നിട്ട് 12 പേരാണ് മരിച്ചത്. ഇതിപ്പോൾ ഇതേ മിസൈൽ വേറെ രാജ്യത്തൊക്കെ പോയെങ്കിൽ നമുക്കറിയാം അവിടുത്തെ ഒരു എത്രയും കാഷ്വാലിറ്റി എന്നുള്ളത്. അപ്പോൾ ഈ 12 പേരെ മരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം ഒരു റോട്ടിൽ ഇവിടെ അതിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 30-40 ദിവസത്തിനകത്ത് 2000 മിസൈൽ വന്ന രാജ്യത്ത് 12 പേരെ മരിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെ സേഫ്റ്റിക്ക് ഒരു എക്സാമ്പിൾ അല്ലേ? അത് സേഫ് ആയിട്ടുള്ള രാജ്യമാണ് ഇപ്പോഴും. ഇത് നമ്മളിപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ ദുബായ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നതും അതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഇത് ദുബായ് ആസ് എ സിറ്റി ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടും സർവൈവ് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തു, പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, ആർക്കൊന്നും സംഭവിച്ചില്ല, കാഷ്വാലിറ്റി കുറവാണ്, അപകടങ്ങൾ കുറവാണ് എന്നൊക്കെ അത് റിയാലിറ്റി ആണല്ലോ പറയുന്നത്. അപ്പം അത് ആൾക്കാർക്ക് മനസ്സിലാവും. ഇതേ പ്രോബ്ലം വേറൊരു രാജ്യത്ത് വന്നിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി. അപ്പം അതൊന്നും ഇല്ല അപ്പോഴും. അതുകൊണ്ടാണ് ദുബായ് ഇപ്പോഴും സേഫ് ആയിട്ട് തന്നെ തുടരുന്നത്. അപ്പോൾ നമുക്കിതൊരു സെക്കൻഡ് ഹോം അല്ലത് ഹോമാണ്. അപ്പം ഇവിടെ ഇപ്പം മിസൈൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് വരുന്ന അതേ ഫീലിംഗ് തന്നെയാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സേഫാണ്, 100% സേഫാണ്. ഇതുവരെ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഓഫീസിൽ 80 പേരുണ്ട്, ആർക്കൊരു കുഴപ്പമില്ല. അറിയാവുന്ന ആർക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇവിടുന്ന് പോകില്ലേ? മിസൈൽ വന്ന ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് പോകാത്ത എന്താ? നമുക്കിവിടെ 4 മണിക്കൂറേ നാട്ടിലേക്ക് യാത്രയേ ഉള്ളൂ. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ദൂരേ ഉള്ളൂ, ദുബായിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പോകണ്ടല്ലേ? ആരും പോകാതെ നിൽക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ വിശ്വാസമുണ്ട്, രാജ്യത്തിൽ വിശ്വാസമുണ്ട്. ഇത്രയും വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ റീസൺ ഈ രാജ്യമാണ്. അപ്പോൾ ഇത് മുമ്പോട്ട് പോകുന്നുള്ളത് ഇവിടെ ഒരു 20-30 വർഷമായിട്ട് താമസിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് കേട്ടാൽ മനസ്സിലാവും. അത് കേൾക്കാത്തവർക്കാണ് ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ. എനിക്ക് തോന്നുന്നു ഈ റൂളേഴ്സിന്റെ ഒരു പല സമയത്തുള്ള ഗസ്റ്ററും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, യുദ്ധം തുടങ്ങി 4-ാം ദിവസം ഇവിടുത്തെ റൂളേഴ്സും എല്ലാം ദുബായ് മോളിൽ കൂടെ ചുമ്മാ റോം അറൗണ്ട് ചെയ്തു എന്ന് പറയുന്നത് അത് തന്നെ ഒരു വലിയൊരു, നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ആരെങ്കിലും ഇറങ്ങി നടക്കൂ. അപ്പം അത് തന്നെ ധൈര്യമല്ലേ നമുക്ക്. അവർ മുമ്പിലുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും പേടിക്കാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് സേഫ് ആണോ വെച്ചാൽ 100% സേഫാണ്. സേഫ്റ്റിയിലൊന്നും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഔട്ട്സൈഡ് മീഡിയ എങ്ങനെയാണ് സൊസൈറ്റിയിൽ കൺവേ ചെയ്യുന്നുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ന്യൂസുകളുടെ ഒരു തീവ്രതയാണ്. ബുർജ് ഖലീഫ ഇവാക്യുവേറ്റ് ചെയ്തു എന്ന് പറയുന്ന ന്യൂസ് വന്നാൽ ആൾക്കാർ പേടിക്കും. അങ്ങനെ സംഭവമേ ഇല്ല. ബുർജ് ഖലീഫ കത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ പാനിക് ആക്കുകയാണ്. ഇപ്പോൾ ഈ സിറ്റുവേഷൻ എനിക്ക് പറയാനുള്ളത്, സേഫ്റ്റി സെല്ല് ചെയ്യരുത്. ഇപ്പം ഈ സേഫ്റ്റി ഉള്ള രാജ്യത്തിന് സേഫ്റ്റി ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് കാണാൻ ഇഷ്ടമുള്ള രീതിയിലാണ് ന്യൂസ് മീഡിയ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് നിർത്തുക. ആവശ്യമില്ലാത്ത പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം നാട്ടിലൊക്കെ ഒരുപാട് പേരുടെ ഫാമിലികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലെ ആൾക്കാർ പേടിക്കും. അതുകൊണ്ട് റേറ്റിംഗ് കൂടും, പക്ഷേ ആൾക്കാരുടെ ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകളൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്താൽ തന്നെ ഈ പ്രോബ്ലം പകുതി സോൾവ് ആവും.